ഈ ഒരു 5 മിനിറ്റുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ ഒരു 10 രൂപ മുതൽ 50 രൂപ വരെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേടിഎമ്മിലേക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് ഏകദേശം 1-2 വർഷമായി പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ആപ്ലിക്കേഷന് കൂടുതൽ പേരൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. തുടർന്നും ഇതുപോലുള്ള മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ്, അതിൻ്റെ അൺലിമിറ്റഡ് ട്രിക്സ്, ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ നെയിം ഫ്രീ ഹിറ്റ് എന്നാണ്. ഈ ഫ്രീ ഹിറ്റ് പറഞ്ഞ ആപ്ലിക്കേഷന് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് തരുന്ന ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന സെൽഫായിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വാലറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 11 രൂപ. അപ്പോൾ ഇതൊക്കെ ഞാൻ സെൽഫായിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. പിന്നെ കൂടാതെ നമുക്ക് റെഫർ ചെയ്തും ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യുക, സൈനപ്പ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ പോയി നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അവിടെ ജസ്റ്റ് ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് വെറും 10 MB മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. ഓക്കെ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡൗൺലോഡിങ്ങിന്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആക്കിയാൽ നിങ്ങളോട് ഒരു മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് നമ്മളെ Paytm നമ്പർ തന്നെ സെലക്ട് ചെയ്യുക. Paytm നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം റെഫർ കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഞാൻ സ്ക്രീനിൽ ഒരു കോഡ് കൊടുക്കുക. ആ കോഡ് ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഈ മൊബൈൽ നമ്പർ റെഫർ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ വെരിഫൈ എന്നുണ്ടാവും. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP റിസീവ് ആവും. അതൊന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ളിടത്ത് ഈ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വാലറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 0 ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അക്കൗണ്ട് എടുത്ത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് റീഫ്രഷ് അടിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 11 രൂപയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ സെൽഫായിട്ട് മാത്രം ഉണ്ടാക്കിയ ക്യാഷാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡ് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്. കുറേ ആപ്ലിക്കേഷൻസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയാൽ തന്നെ ഇവർ ഈ പറയുന്ന ക്യാഷ് നമ്മളെ വാലറ്റിലേക്ക് ആഡ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. 1 രൂപൻ്റെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ പോലെ കുറച്ച് കണ്ടീഷൻ പറയും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫൈൻഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ പോയി ഈ ഒരു ഐക്കൺ ഉണ്ടാവും. ഈ ഒരു ഐക്കണിലെ ആപ്ലിക്കേഷനെ ജസ്റ്റ് നമ്മൾ ഒന്ന് കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതെന്തിനാണ് ഇവർ ഇങ്ങനത്തെ ലോഗോ മാത്രം കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന മുഖേന ഈ ഒരു ആപ്ലിക്കേഷന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെയുള്ള ലോഗുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആപ്ലിക്കേഷൻ തന്നെ പോയിട്ട് നോക്കുക, രണ്ടും ഒരേ ഐക്കണാണോ എന്ന്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ജസ്റ്റ് രണ്ടും ഏകദേശം ഒരേ ഐക്കണാണ്. ശേഷം നമ്മൾ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുമ്പോൾ ഇതിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഏകദേശം ഒരു 10 MBക്ക് താഴെയുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ ഇത് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയതിന് ശേഷം ജസ്റ്റ് നമ്മളൊരു 10 സെക്കൻഡ് ഓപ്പൺ ആക്കി വെച്ചാൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കാനുള്ള ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിന് ശേഷം ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിന് ശേഷം ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യുക, അങ്ങനെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊരു 10 സെക്കൻഡ് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. എവിടെയും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് മുമ്പ് നമ്മളെ മെയിൻ ഫ്രീ ഹിറ്റ് ആപ്ലിക്കേഷൻ തന്നെ റീഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്യുമ്പോൾ യൂസ് ആപ്പ് എന്നായിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അവിടെ ഒന്നുകൂടി ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ജസ്റ്റ് ഒരു 10 സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാലറ്റിലേക്ക് ഈ ഒരു ക്യാഷ് ആഡ് ആവുന്നതാണ്. ഓക്കെ, ഒരു 10 സെക്കൻഡ് ഓപ്പൺ ആക്കി ഞാൻ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ 1 രൂപ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വാലറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് കാണാൻ സാധിക്കും 11 രൂപയാണ്. അപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ റീഫ്രഷ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നെറ്റിൻ്റെ ചെറിയ പ്രോബ്ലമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വാലറ്റിൽ 12 രൂപയായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിനി ഇത് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് കൂടി ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇനിയും ഇതിൽ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ കുറേ ലെങ്ത് ആകും വീഡിയോ. ഫ്രണ്ട്സ്, ഞാനിനി വിഡ്രോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. മുകളിൽ 3 ഡോട്ട് ഉണ്ടാവും. റെഡി എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റ് ഒക്കെ ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് കൊടുത്ത Paytm നമ്പർ, അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കായിരിക്കും പേയ്മെൻറ്റ് സെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ തവണ പേ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 രൂപ ഇവിടെ ട്രാൻസാക്ഷൻ
ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ഇവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന മാക്സിമം എമൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 4 രൂപ, അപ്പോൾ നമ്മളൊരു 50 രൂപ വിഡ്രോ ചെയ്യുകയാണെങ്കിലും 10 രൂപ വിഡ്രോ ചെയ്യുകയാണെങ്കിലും 4 രൂപ ഒരു ഫീ ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം വിഡ്രോ വരേണ്ടത് ഇതിൽ 10 ആണ്. 10, 50 രൂപ അങ്ങനെ കുറേ വിഡ്രോ 10 രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ടൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ വിഡ്രോ ചെയ്യണം, ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്യണം, 12 എന്ന് എൻ്റർ ചെയ്ത് അത് ശേഷം Paytm കരോ എന്നുണ്ടാവും, അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആഡ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ Paytm കരോ എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നെറ്റ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റെഡീംഡ് എന്ന് ഇപ്പോൾ കാണും. ഞാനിപ്പോൾ റെഡീം ചെയ്തപ്പോൾ ഈ Paytm ട്രാൻസ്ഫർ സക്സസ്ഫുള്ളി എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ Paytm ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം, പേയ്മെൻറ്റ് റിസീവ് ആയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ Paytm വാലറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ Paytm വാലറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ഫ്രീ റീചാർജ് ആപ്പ് റിവാർഡ് എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ 12 രൂപയാണ് റെഡീം ചെയ്തത്. അപ്പോൾ അവരുടെ ഫീ ആയിട്ട് 4 രൂപ അവർ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ഈടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ മാക്സിമം എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഏൺ ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ അൺലിമിറ്റഡ് ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഒരു 5 കമൻറ്റിന് മുകളിലൊക്കെ കമൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺലിമിറ്റഡ് ട്രിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ല മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസും അതിൻ്റെ അൺലിമിറ്റഡ് ട്രിക്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.